നമസ്കാരം. ഛത്തീസ്ഗഡിലെ നക്സൽ വിരുദ്ധ പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവ് കുറിച്ചുകൊണ്ട് 108 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുൻപിൽ കീഴടങ്ങി. ബസ്തർ മേഖലയിൽ ബുധനാഴ്ച നടന്ന ഈ വിപുലമായ കീഴടങ്ങൽ ചടങ്ങിൽ 44 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ആക്രമണത്തിന്റെ പാത വെടിഞ്ഞ് ജനാധിപത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയത്. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയായ പൂനാമർദ്ദം അല്ലെങ്കിൽ പുനർജന്മത്തിലൂടെ പുനരധിവാസം എന്ന ആശയത്തിൽ ആകൃഷ്ടരായാണ് ഇത്രയും പേർ ഒരേ സമയം ആയുധം താഴെ വയ്ക്കാൻ തയ്യാറായതെന്ന് അധികൃതർ വ്യക്തമാക്കി. കീഴടങ്ങിയവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും സമ്പത്തിന്റെയും കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ആധുനിക യുദ്ധമുറകളിൽ ഉപയോഗിക്കുന്ന AK-47 റൈഫിളുകൾ, ഇൻസാസ് റൈഫിളുകൾ, കാർബൈനുകൾ, ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകൾ തുടങ്ങിയ 101 അത്യാധുനിക ആയുധങ്ങളാണ് സംഘം അധികൃതർക്ക് കൈമാറിയത്. ഇതിനു പുറമെ ഏകദേശം 3.61 കോടി രൂപയുടെ കറൻസി നോട്ടുകളും 1.64 കോടി രൂപ വിലമതിക്കുന്ന 125 പവൻ സ്വർണവും ഇവരിൽ നിന്ന് കണ്ടുകിട്ടി. മാവോയിസ്റ്റ് സംഘങ്ങൾക്കുള്ളിലെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ആയുധശേഖരത്തിലേക്കും വെളിച്ചം വീശുന്നതാണ് ഈ കണ്ടുകെട്ടൽ. കീഴടങ്ങിയ സംഘത്തിൽ മാവോയിസ്റ്റ് സംഘടനയുടെ ഉന്നത തലത്തിലുള്ള നേതാക്കളും ഉൾപ്പെടുന്നു എന്നത് സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഡിവിഷണൽ കമ്മിറ്റി മെമ്പർ പദവിയിലുള്ള 6 പ്രമുഖ നക്സലേറ്റുകൾ, 3 കമ്പനി പ്ലാറ്റൂൺ അംഗങ്ങൾ, 18 PPCM അംഗങ്ങൾ, 23 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, 56 പാർട്ടി കേഡറുകൾ എന്നിവരാണ് കീഴടങ്ങിയത്. ഇതിൽ 6 പ്രമുഖ നേതാക്കളുടെ തലയ്ക്ക് 8 ലക്ഷം രൂപ വീതം സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇവരുടെ പിന്മാറ്റം മേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ നക്സലിസത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഈ നടപടികളെന്ന് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പ്രതികരിച്ചു. സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളും പൂനാമർദ്ദം പോലുള്ള പദ്ധതികളും വഴി കൂടുതൽ യുവാക്കളെ ആക്രമണത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കീഴടങ്ങിയവർക്ക് അർഹമായ പുനരധിവാസ പാക്കേജുകൾ ഉറപ്പാക്കുമെന്നും സമാധാനപരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിലും കൂടുതൽ പേർ ഈ പാത സ്വീകരിക്കുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമൈ TV.